ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കൺസീൽ ചെയ്ത് വയറിങ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കിന്ന് നോക്കുന്നത്. ഇത് ചെറിയൊരു വീടാണ്. ചെറിയൊരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 റൂം വരുന്ന ഒരു വീടാണ്. 2 റൂമും ഒരു കിച്ചണും വരുന്ന വീടാണ്. അതിൻ്റെ അകത്ത് വരുന്ന DB കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ DB വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 12 പേരുടെ DB ആണ് ഉദ്ദേശിക്കുന്നത്. 12 പേരുടെ DBയിൽ നിന്നും രണ്ട് 1 ഇഞ്ച് പൈപ്പുകൾ താഴേക്ക് വരുന്ന രീതിയിലും 4 ഇഞ്ച് 1 ഇഞ്ച് പൈപ്പുകൾ 4 ഇഞ്ച് 25 mm പൈപ്പ് 4 ഇഞ്ചിൻ്റെ 25 mm പൈപ്പ് പോകുന്ന രീതിയിലുമാണ് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത്. മുകളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക ലൈറ്റ് പോയിൻ്റൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് പോയിൻ്റൊക്കെ വരുന്ന സ്ഥലത്ത് 4 കൊടുക്കുന്ന രീതിയിലും, പിന്നെ അതുപോലെ തന്നെ ആ പൈപ്പുകൾ പോകുന്ന പൊഴിയുമാണ് നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ് വെട്ടുന്നത്. കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചിപ്പ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ചിപ്പ് ചെയ്ത് കളയുന്നത്. ചിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബോക്സുകൾ, ഇത് 12 മോഡ്യൂളിൻ്റെ ബോക്സാണ്. 12 മോഡ്യൂളിൻ്റെ മെയിൻ ഏരിയ ആയതുകൊണ്ട് 12 മോഡ്യൂളിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടിവിയുടെ ഏരിയ വരുന്നത്. ടിവിയുടെ ഏരിയയിൽ വരുന്ന താഴെ നമ്മൾ, അതായത് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ താഴെയായിട്ട് നമ്മളൊരു 6 മോഡ്യൂൾ ബോക്സ് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ട് അവിടേക്കുള്ള സപ്ലൈയാണ് വലിച്ച് കൊടുത്തിരിക്കുന്നത്. ആ സപ്ലൈയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന DBയിൽ തൊട്ടടുത്തുള്ള ആ 12ൻ്റെ മോഡ്യൂൾ ബോക്സിൽ നിന്നും നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതുവഴി തന്നെയായിട്ടാണ് തൊട്ടപ്പുറത്ത് റൂമിലേക്കും അതിലൂടെ പോകുന്നത്. അതായത് ഒരു ഇഞ്ച് പൈപ്പ് തൊട്ടപ്പുറത്ത് റൂമിലേക്ക് ലിങ്ക് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ബോക്സും അതുപോലെ തന്നെ നേരെ നമ്മൾ ഇതിലേക്ക് DBയിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം ചിപ്പിങ്ങിന് മാത്രം ഉപയോഗിക്കുന്ന മെഷീനാണിത്. അതിൻ്റെ ബിറ്റ് കാര്യങ്ങൾ നിങ്ങളത് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഓൾറെഡി നമ്മൾ മുളിയും ചിറ്റിയും ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാൾ ബെറ്റർ ഇതുപോലെയുള്ള ചിപ്പ് ചെയ്യുന്ന മെഷീനുകളാണ് ഏറ്റവും ബെറ്റർ. കാരണം എല്ലാം തന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാം തന്നെ സോളിഡ് കാര്യങ്ങളായി കഴിഞ്ഞു. ചെങ്കല്ല് മാറി സോളിഡ് ലെവലിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ സോളിഡ് ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് കുറേ സമയം കാര്യങ്ങളെടുക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഡ്രില്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി എടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾ തീർന്ന റൂം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത് ആ റൂമിൻ്റെ എൻട്രൻസിൽ വരുന്ന മെയിൻ സ്വിച്ച് ബോർഡാണ്. 8 മോഡ്യൂളിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നു. ആ 8 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന സപ്ലൈ, അതുപോലെ തന്നെ മുകളിലൂടെ നമ്മൾ മറ്റേ ബാത്റൂമിലേക്ക് എടുക്കുന്ന രീതി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാളിൽ നിന്ന് അതിൻ്റെ ബാക്ക് സൈഡ് തുളഞ്ഞിട്ടാണ് ഈ ബെഡ് സ്വിച്ചിലേക്കാണ് നമ്മൾ സർക്യൂട്ട് വരുന്നത്. സർക്യൂട്ട് വരാൻ വേണ്ടിയിട്ട് ബാക്ക് തുളച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇഞ്ച് പൈപ്പ് നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ബോക്സായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ 3 പൈപ്പ് പൊങ്ങിയിട്ട് ഒന്ന് ലൈറ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നു. നമ്മൾ പണ്ടത്തെ രീതി ഉപയോഗിക്കുകയല്ല, ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വരുന്നത് പൈപ്പിൻ്റെ ബെൻഡ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. അവിടെ നമ്മൾ ബെൻഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ ലൈറ്റ് പിടിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നേരെ വന്നിരിക്കുന്ന ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസ് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു 3 മോഡ്യൂളിൻ്റെ വെച്ചിട്ടുണ്ട്. 3 മോഡ്യൂളിൻ്റെ ബോക്സിലേക്കാണ് ആ പൈപ്പ് തുറന്ന് വരുന്നത്. അതിന് ശേഷം നേരെ അതിൻ്റെ ബാക്ക് തുളച്ച് നമ്മൾ ബാത്റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബാത്റൂമിലേക്ക് പോയി, അതായത് ഈ ബോക്സിൽ നിന്നാണ് നമ്മുടെ സ്വിച്ച് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നേരെ പുറത്ത് അകത്ത് ബാത്റൂമിലേക്ക് തുളച്ചിരിക്കുന്നു. ബാത്റൂമിൽ നിന്നും അവിടെ ഒരു 4 ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ബൾബ് ഹോൾഡർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ബാത്റൂമിൻ്റെ ലൈറ്റ് വരുന്നു. അത് നേരെ അവിടെ നിന്ന് വെട്ടി കുന്നതിന് ശേഷം ഒരു എക്സോസ്റ്റിന് പോയിന്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് ഹീറ്ററിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ആ ഹീറ്ററിൽ നിന്ന് നേരിട്ട് അതെല്ലാം തന്നെ ലിങ്ക് ചെയ്താണ് വരുന്നത്. എൻട്രൻസ്, അതായത് ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ചിൻ്റെ അകത്തേക്ക് വരുന്നത്. പിന്നെ ഒരു മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഏരിയയിൽ വരുന്ന മിറർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന്, അതായത് മെയിൻ സർക്യൂട്ട് വരുന്ന ബെഡ് സ്വിച്ചിൽ നിന്ന് നേരെ പൊങ്ങിയിട്ട് ഓൾറെഡി AC ഔട്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് മുകളിലെ ലൈറ്റ് വരുന്നുണ്ട്. അതായത് AC ഔട്ടാണ് ആ പോകുന്നത്. AC ഔട്ട് നമ്മൾ പുറത്തേക്ക് തുളച്ചിടുന്നു. AC ഔട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ താഴേക്ക് വെട്ടി നേരെ ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ബെഡ് സ്വിച്ച് വരുന്ന കാര്യങ്ങൾ. അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മുടെ സോളിഡ് വരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് കുത്തിപ്പൊളിച്ച്, അതായത് ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ DBയിലേക്ക് വരുന്ന KSEBിയിൽ നിന്ന് വരുന്ന പോയിന്റ് നമ്മൾ വയർ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ DBയിൽ നിന്ന് സെപ്പറേറ്റ് ഒരു പൈപ്പ് പുറത്തേക്ക് തുളച്ചിട്ടിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.